ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങളാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. സെമി ഫൈനലിൽ 2 റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്വിസ് റൗണ്ടും സ്കിറ്റ് റൗണ്ടും. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ റൗണ്ട് ആരംഭിക്കാം. വജ്രവ്യൂഹം. അങ്ങനെ വജ്രവ്യൂഹത്തിനായിട്ട് നമ്മളുടെ സ്റ്റേജ് ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഈ വേദിയിലേക്ക് വരുന്ന ആദ്യത്തെ ടീമിനെ വിളിക്കാം. GVHSS മങ്കട. പേരെങ്ങനെയായിരുന്നു? അഞ്ജലി. എത്രാം ക്ലാസ്സിലാ? അമ്മയില്. ആര്യ പ്ലസ് ടൂല്. ഓക്കെ. ഇയാളും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ? അറിയാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ടീമിനെ കൂടെ വിളിച്ച് ബാക്കി വിശേഷങ്ങൾ ചോദിച്ചാലോ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ടീമിനെ സ്വാഗതം ചെയ്യാം. ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി. പേര്? സ്നേഹ. സ്നേഹ എത്രാം ക്ലാസ്സിലാ? +1. ശ്രേയ 10th. കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടിയ ഒരു റൗണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ ആദ്യം വിചാരിച്ച ഈ ഒരു സെമി ഫൈനൽസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ശ്രേഷ്ഠ ഭാരതം ആരംഭിച്ചതിന് ശേഷം ഏത് കുട്ടികളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ട സാധനം നെർവസ് ആവരുത്, സ്ട്രോങ് ആയിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാറ്. ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചുകൊണ്ട് എല്ലാവരും അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. സെമി ഫൈനൽസിൽ വന്നതിൽ നല്ല സന്തോഷമുണ്ട് അല്ലേ? ഉറപ്പാണോ ഇനി ഫിനാലയിലേക്ക് പോകുന്നു? ട്രൈ ചെയ്യും മാക്സിമം. നോക്കും. അയ്യോ, നോക്കാന്നോ? പോകുന്നല്ലേ പറയണ്ടേ? പോണം. എന്തായാലും കടുത്ത പോരാട്ടമായിരിക്കും ഈ വേദിയിൽ നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് കിട്ടിയ എന്താ പറയാ അന്തർധാരയിലൂടെ കിട്ടിയ വിവരം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആലോചിച്ച് തന്നെ പറയണം കേട്ടോ. അപ്പൊ ഈ ഒരു റൗണ്ടിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ വജ്രവ്യൂഹത്തില് ഇപ്രാവശ്യം ഭഗവത്ഗീതനെ ആസ്പദമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. 2 ടീമിനും പ്രത്യേകം വിഷയങ്ങളാണ് അല്ലെങ്കിൽ അധ്യായങ്ങളാണ് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ആ അധ്യായങ്ങൾ ആസ്പദമാക്കി 5 ചോദ്യങ്ങൾ വീതമായിരിക്കും ഓരോ ടീമിനും ചോദിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ചോദ്യം ഞാനല്ല ചോദിക്കുന്നത്, ലക്ഷ്മി ടീച്ചറാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ലക്ഷ്മി ടീച്ചർ. എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേക്കായി കുട്ടികളെ. അല്ല, ഞാനിങ്ങനെ പറയായിരുന്നു ലക്ഷ്മി ടീച്ചർ വരുമ്പോ നന്നായി കൈയടിച്ചില്ലെങ്കിൽ ചിലപ്പോ ടഫായിട്ടുള്ള കൈയടിയിലൊന്നും ഭ്രമിക്കുന്നവരല്ലെന്ന് അറിയാലോ അല്ലെ? അല്ല, എന്നാലും എങ്ങാനും ഭ്രമിച്ചാലോ. എന്തായാലും നമ്മളാ റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ അല്ലെ? നന്നായിട്ടും കൈയടിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞതാ. അപ്പൊ എന്തായാലും കുട്ടികളെ റെഡി ആയിട്ട് കയ്യിൽ തന്നിട്ടുണ്ട്. നിങ്ങളും നന്നായിട്ട് പെർഫോം ചെയ്യാ. ഓൾ ദി വെരി ബെസ്റ്റ്. നമസ്കാരം. GVHSS മങ്കട മഹർഷി വിദ്യാലയം പട്ടാമ്പി. അപ്പൊ നമ്മൾ വജ്രവ്യൂഹവുമായി ഭഗവത്ഗീത ക്വിസുമായിട്ട് മുന്നോട്ട് പോവാണ്. മങ്കട കുട്ടികളോടാണ് ആദ്യം, അത് കഴിഞ്ഞ് മഹർഷി കുട്ടികളോട് ചോദിക്കാം. നമ്മളെപ്പോഴും ഭഗവത്ഗീതയിൽ പറയില്ലേ, സ്വൽപമപ്യസ്യ ധർമ്മസ്യ മഹതോ ഭയാത് ത്രായത്തെ അല്ലെ? വലിയ ആശങ്കകളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ഗൂഢവിദ്യയുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പൊ അതുകൊണ്ട് ആ ഭഗവത്ഗീത പഠിക്കുന്നത് എന്നതാണ് ഈ ക്വിസിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. നമ്മൾ എത്ര ചാപ്റ്റർ പഠിച്ചു, എത്ര ബൈഹാർട്ട് ചെയ്തു എന്നല്ല, അത് നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളാനായി. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വജ്രവ്യൂഹത്തെ സമീപിക്കാം. അപ്പൊ നമ്മളുടെ വജ്രവ്യൂഹം ആരംഭിക്കുകയാണ്. ആദ്യത്തെ നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. GVHSS മങ്കടയോടുള്ള ആദ്യത്തെ ചോദ്യം. ജന്മരഹിതനും അതായത് ജനിക്കാത്തവൻ, അവ്യയനുമായ അതായത് നാശം സംഭവിക്കാത്തവൻ ഭഗവാന് ജന്മം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് വളരെ കൃത്യമായ ഒരു ആശയമാണ്. കാരണം ഭഗവാന് ജന്മമില്ല എന്ന് പറയുകയും ഭഗവാൻ ജനിക്കുകയും ചെയ്യുന്നു. ഇതിന് കാരണം എന്താണ്? ഓപ്ഷൻസ്: A മായ കൊണ്ട്, ഓപ്ഷൻ B കർമ്മം കൊണ്ട്, ഓപ്ഷൻ C ദിവ്യത്വം കൊണ്ട്, ഓപ്ഷൻ D ഗുണങ്ങൾ കൊണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ A മായ കൊണ്ട്. നോക്കിയല്ലേ? ഉറപ്പാണോ? ബാക്കിയുള്ള സാധ്യതകൾ ഭഗവാന്റെ ദിവ്യത്വം കൊണ്ടാവാം, ഭഗവാന്റെ കർമ്മം കൊണ്ടാവാം. ഉറപ്പിക്കാം. മായ കൊണ്ട്. നമുക്ക് 30 സെക്കൻഡേ സമയമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുന്നു ഓപ്ഷൻ A മായ കൊണ്ട്. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം.
ഭഗവാന് ജന്മം സംഭവിക്കാൻ ധാരാളം കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഭഗവത്ഗീത പറയുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം തന്നെയാണോ ഇവർ പറയണത് നോക്കണല്ലോ. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. ശരിയാണ്. ഭഗവാന്റെ ജന്മം, അജനായ ഭഗവാന്റെ ജന്മം സംഭവിക്കുന്നത് മായ കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് 10 പോയിന്റ്. ഇനി നമുക്ക് ശ്രീ മഹർഷിയോടുള്ള ചോദ്യങ്ങൾ ചോദിക്കണ്ടേ. മഹർഷി വിദ്യാലയം പട്ടാമ്പി, നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം. കുറുവന്നപി ന ലിപ്യത്തെ, കർമ്മം ചെയ്യുന്നെങ്കിലും ഫലത്താൽ ബന്ധിക്കപ്പെടാത്തവൻ ആരാണ്? ഓപ്ഷൻ സംഘയുക്തൻ, ഓപ്ഷൻ ബി കർമ്മയുക്തൻ, ഓപ്ഷൻ സി ബുദ്ധിയുക്തൻ, ഓപ്ഷൻ ഡി യോഗയുക്തൻ. ഇതിൽ കുറുവന്നപി ന ലിപ്യത്തെ എന്ന ഭഗവാന്റെ വാക്യം യോജിക്കുന്നത് ആർക്കാണ്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി യോഗയുക്തൻ. ഓപ്ഷൻ ഡി യോഗയുക്തൻ. സമയം കുറച്ചും കൂടി എടുത്ത് പരസ്പരം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? അല്ല അല്ല യോഗയുക്തൻ. ഉറപ്പ്? സംഘയുക്തനാകാം, കർമ്മയുക്തനാകാം. ഇല്ല, നമുക്ക് ഉറപ്പാണ്. ഭഗവത്ഗീതയെ സംബന്ധിച്ച് സംശയങ്ങളില്ല. ഇവർ ഉറപ്പിക്കുന്നു, ഇവർ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ഡി യോഗയുക്തൻ. അത്ര ധൈര്യമാണോ ഭഗവത്ഗീതയില്? ഭഗവത്ഗീത പഠിച്ചപ്പോ അങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടിയോ? ഗുഡ്. നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നേ. കാരണം ഇതിലെല്ലാ ഉത്തരവും സംഘയുക്തനാകാം, എല്ലാ ഉത്തരത്തിനും സാധ്യതകളുണ്ട്. പക്ഷെ ഈ പ്രത്യേക സന്ദർഭത്തിൽ കൃത്യമായി നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി തന്നെ പറഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഏതായിരിക്കും? ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ എനിക്ക് ഭയങ്കര കൗതുകമുണ്ട്. ഏത് ചോദ്യം അതിന് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയുന്ന കൗതുകത്തോടാണ് ഞാൻ ഓരോ ചോദ്യത്തെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഒരു സൂപ്പർ ചോദ്യം വരട്ടെ അല്ലേ? ഇത് പൂരിപ്പിക്കാനാണ്. ലഭത്തെ ജ്ഞാനം, ഒരാൾക്ക് കൃത്യമായി ജ്ഞാനം ലഭിക്കുമെന്ന് ഭഗവാൻ നിശ്ചയത്തോടു കൂടി പറയുന്നു. ആർക്കാണ്? ഓപ്ഷൻ എ മുമുക്ഷുവിന്, ഓപ്ഷൻ ബി പണ്ഡിതന്, ഓപ്ഷൻ സി കർമ്മയോഗിക്ക്, ഓപ്ഷൻ ഡി ശ്രദ്ധാവാന്. ഇതിൽ ഏതാണ് ഉത്തരം? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി ശ്രദ്ധാവാന്. ശ്രദ്ധാവാൻ ലോക്കിയാണോ? പണ്ഡിതൻ അല്ല. നോ സംശയം? അല്പം പോലും സംശയമില്ല? ഇല്ല. പിന്നെ ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ശ്രദ്ധാവാന്. ശരിയാണോ നോക്കാം. ശ്രദ്ധയുള്ളവനാണോ, മുമുക്ഷുവിനാണോ, എല്ലാവർക്കും ജ്ഞാനം ലഭിക്കാം. പക്ഷെ ഭഗവത്ഗീത പറയുന്ന ഒരു ലക്ഷണമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ജ്ഞാനം ലഭിക്കുവാൻ ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം ലഭിക്കുന്നത്. 10 മാർക്ക്. മഹർഷി വിദ്യാലയം, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നവരിൽ കൗരവപക്ഷത്തു നിന്ന് യുദ്ധം ജയിച്ച വീരൻ ആരാണ്? കൗരവപക്ഷത്ത് ആരായിരുന്നു? നല്ലോണം ആലോചിക്കണം. കാശി രാജാവ്, ഓപ്ഷൻ ബി ഭൂരിശ്രവസ്, ഓപ്ഷൻ സി പുരുജിത്ത്, ഓപ്ഷൻ ഡി ധൃഷ്ടകേതു. ഇവരിൽ കൗരവപക്ഷത്ത് ആരായിരുന്നു? നന്നായി ആലോചിക്കേണ്ട ഉത്തരമാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. കൗരവപക്ഷമാണ്. നന്നായി ആലോചിക്കൂ. സമയം പോകുന്നു. വേഗം ലോക്ക് ചെയ്തോളൂ. സമയം പോകുന്നു. 8 സെക്കൻഡേ ഉള്ളൂ. വേഗം ലോക്ക് ചെയ്യൂ. ബി ഭൂരിശ്രവസ്. ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി ഭൂരിശ്രവസ്. നമ്മൾ അവസാനം വരെ ആലോചിച്ചു. ഉറപ്പില്ല. അത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ആരാണെന്ന്? സംശയമുണ്ട് അല്ലേ? നല്ല ചോദ്യമായിരുന്നു ഇത്. എനിക്ക് ചോദ്യം വളരെ കൗതുകമുള്ള ചോദ്യമായി തോന്നിയതാണ്. നമുക്ക് നോക്കാം ആരാണ് ഇതിന് ഉത്തരവെന്ന്. അത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് പറയാത്തൊരു ഉത്തരമാണ്. കാരണം സൗമദത്തി തഥൈവ ച എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്ന അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. 10 മാർക്ക്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ്രവ്യമയമായ യജ്ഞത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞമെന്ന് ഏതാണ് ഭഗവത്ഗീതയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? ഭഗവത്ഗീത ഉക്തി അനുസരിച്ച്
ഏറ്റവും തരമായ ദ്രവ്യമയത്തെക്കാൾ ശ്രേഷ്ഠമായ യജ്ഞം ഏതാണ്? ഒന്ന്, ഓപ്ഷൻ എ കർമ്മയജ്ഞം, ഓപ്ഷൻ ബി ജ്ഞാനയജ്ഞം, ഓപ്ഷൻ സി ഭൂതയജ്ഞം, ഓപ്ഷൻ ഡി പിതൃയജ്ഞം. ഇത് 4 പ്രധാനപ്പെട്ട യജ്ഞങ്ങളാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞം. 30 സെക്കൻഡ് ഉണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ പരസ്പരം ആലോചിച്ച് ഓപ്ഷൻ മാറ്റാനുള്ള സൗകര്യമുണ്ട്. വേണ്ട, പക്ഷെ ഉറപ്പുള്ളതാണെങ്കിൽ മാറ്റണ്ട. മാറ്റണ്ട. ഉറപ്പിക്കാം. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി ജ്ഞാനയജ്ഞം. പഞ്ചമഹായജ്ഞങ്ങളിൽ ഭൂതയജ്ഞമുണ്ട്, പിതൃയജ്ഞമുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. പക്ഷെ എന്താ നിങ്ങള് ബി ജ്ഞാനയജ്ഞം എന്ന് പറയാൻ കാരണം? അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ നമ്മൾ ഭഗവാന്റെ വാക്കിന് മാത്രം ഇവിടെ എടുത്താൽ മതി അല്ലേ? നോക്കാം അതാണോ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നോക്കാം. എല്ലാത്തിനും സാധ്യത ഉണ്ടെന്നിരിക്കേ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശരിയായിരിക്കും അല്ലേ? നോക്കാം. ഓപ്ഷൻ ബി ജ്ഞാനയജ്ഞം ശരിയായ ഉത്തരം. നമ്മളെപ്പോഴും കാണാറുള്ളതേ ദ്രവ്യം കൊണ്ടുള്ള യാഗമാണ് അല്ലെ? ഹോമങ്ങളൊക്കെ ചെയ്യുന്നു, യാഗം. അപ്പൊ ഭഗവാൻ പറയാണ് അറിവിന്റെ യജ്ഞം, ജ്ഞാനയജ്ഞമാണ് ഏറ്റവും വലുത്. ഉത്തരം ശരിയാണ്. 10 മാർക്ക്. ഇവരുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യപശ്യതി സപശ്യതി. ഭഗവത്ഗീതയിലെ വാക്യമാണത്. യഥാർത്ഥദർശി ആരാണ്? അവനാണ് കാണുന്നവൻ എന്നാണ് അതിനർത്ഥം. ഓപ്ഷൻ എ സമഭാവനയുള്ളവൻ, ഓപ്ഷൻ ബി സദാ ആനന്ദാവസ്ഥയിലുള്ളവൻ, ഓപ്ഷൻ സി മുമുക്ഷുത്വം ഉള്ളവൻ, ഓപ്ഷൻ ഡി വിദ്യാസമ്പന്നൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ സമഭാവനയിലുള്ളവൻ. ഓപ്ഷൻ എ സമഭാവനയുള്ളവൻ. മുമുക്ഷുത്വം, ആനന്ദം തുടങ്ങിയ സാധ്യതകളിലേക്ക് പോകുന്നോ? ഇല്ല. ഉറപ്പായിട്ടും ലോക്ക് ചെയ്യട്ടെ? ധൈര്യപൂർവ്വം ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ എ സമഭാവനയുള്ളവൻ ലോക്ക് ചെയ്യുന്നു. എന്താ ഉറപ്പിക്കാൻ കാരണം? ഒരു വായിച്ച ഓർമ്മയുണ്ട് ഭഗവത്ഗീത വായിച്ചിട്ട്. യപശ്യതി സപശ്യതി. നമ്മളൊക്കെ കാണുന്ന കാഴ്ചയല്ല, ശരിയായ കാഴ്ച ആർക്കാണെന്ന് നോക്കാം. നമുക്ക് ശരി ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാം. സമഭാവനയുള്ള നല്ല നല്ല ഉത്തരം, നല്ല ഉത്തരം. നിങ്ങളുടെ 4ാമത്തെ ചോദ്യം. ഇത് വളരെ രസമുള്ള ചോദ്യ. ഭഗവത്ഗീതയിൽ സൗഭദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അർജുനനെ, കൃഷ്ണനെ, അശ്വത്ഥമാവിനെ, അഭിമന്യുവിനെ. ആരെയാണ് സൗഭദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി അഭിമന്യു. സൗഭദ്രൻ, അഭിമന്യു അല്ലേ? ഉറപ്പാണോ? ആണ്. മറ്റ് സാധ്യതകളെ കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല? അത്ര ധൈര്യമായിട്ട് ലോക്ക് ചെയ്യോ? ആഹാ, എന്നാ പിന്നെ അതങ്ങോട്ട് ലോക്ക് ചെയ്യാം അല്ലേ? അത്ര ഉറപ്പാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി അഭിമന്യു ലോക്ക് ചെയ്യാം. ഈ 30 സെക്കൻഡ് ഒക്കെ ഇല്ലേ? 30 സെക്കൻഡ് ഒക്കെ ആലോചിച്ച് ഇനി അർജുനനാകുമോ എന്നൊക്കെ ആലോചിച്ച ഒരു സാധ്യതയില്ലേ? അത്ര ഉറപ്പാ? നമുക്ക് അഭിമന്യു ആണോ എന്ന് ഭഗവാനോട് തന്നെ ചോദിക്കാം, ഭഗവത്ഗീതയോട് തന്നെ ചോദിച്ചു നോക്കാം. സുഭദ്രയുടെ പുത്രനെയാണ് സൗഭദ്രൻ എന്ന് പറയുന്നത് അല്ലെ? ആരായിരുന്നു സുഭദ്രയുടെ ഭർത്താവ്? അർജുനൻ. അപ്പൊ അർജുനന് സുഭദ്രയിൽ ഉണ്ടായ പുത്രനാണ് മിടുക്കനായ അഭിമന്യു അല്ലെ? മഹാഭാരതത്തിലെ മിടുക്കനായ യുവാവായിരുന്നു അഭിമന്യു. നിങ്ങൾക്ക് 10 മാർക്ക്. നമ്മുടെ അടുത്ത ചോദ്യം ആരംഭിക്കുന്നു. 4ാമത്തെ ചോദ്യം. യേ വിദുർ യാതി തേ പരം. പരമപദത്തെ പ്രാപിക്കുന്നത് ആരാണ്? ആർക്കാണ് പരമപദത്തെ പ്രാപിക്കുവാൻ യോഗ്യത? ഓപ്ഷൻ എ അഗ്നിഹോത്രം അനുഷ്ഠിച്ചവൻ, ഓപ്ഷൻ ബി അഷ്ടാംഗയോഗം ശീലിച്ചവൻ, ഓപ്ഷൻ സി ക്ഷേത്രജ്ഞ ജ്ഞാനം ശീലിച്ചവൻ, ഓപ്ഷൻ ഡി ക്ഷേത്രോപാസന ശീലിച്ചവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സമയം കളയരുത്. ഓപ്ഷൻ സി ക്ഷേത്രജ്ഞ ജ്ഞാനം ശീലിച്ചവൻ. ക്ഷേത്രജ്ഞ ജ്ഞാനം ശീലിച്ചവൻ. വേറെ ഓപ്ഷനുകൾ ആലോചിക്കാനുള്ള സമയം ഉണ്ട്. ഇത് ഉറപ്പിക്കാമെങ്കിൽ ഉറപ്പിക്കാം. ധൈര്യപൂർവ്വം ഉറപ്പിക്കുന്നു. ഓപ്ഷൻ സി ലോക്ക് ചെയ്യാം. അഗ്നിഹോത്രം, അഷ്ടാംഗയോഗം ഇതൊക്കെ പരമമായ പദത്തിനുള്ള മാർഗങ്ങളാണേ.
ഇതൊക്കെ പരമമായ പദത്തിനുള്ള മാർഗങ്ങളാണ്. പക്ഷെ ഭഗവാന്റെ ഉത്തരം എന്താണെന്ന്, ഭഗവത്ഗീതയിലെ ഉത്തരം എന്താണെന്ന് നോക്കാം. ക്ഷേത്രജ്ഞാനത്തെ കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥയിലാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. നിങ്ങളുടെ 5ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. തമാഹു പണ്ഡിതം ബുധാ. ഭഗവത്ഗീതയിലെ വാക്യമാണിത്. ഈ വാക്യം അനുസരിച്ച് ആരാണ് പണ്ഡിതൻ? ഭഗവത്ഗീത പലയിടത്ത് പണ്ഡിതനെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ആരാണ് പണ്ഡിതൻ? ഓപ്ഷൻ എ, കർമ്മങ്ങളെയും അകർമ്മങ്ങളെയും അറിയുന്നവൻ. ഓപ്ഷൻ ബി, കർമ്മം ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചവൻ. ഓപ്ഷൻ സി, വേദ ശാസ്ത്രങ്ങൾ അറിയുന്നവൻ. ഓപ്ഷൻ ഡി, ബുദ്ധിമാനായവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. നന്നായി ആലോചിക്കൂ. സമയം. ഓപ്ഷൻ ബി, കർമ്മം ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചവൻ. ആലോചിക്കൂ ഒന്നും കൂടി. കാരണം വേദശാസ്ത്രങ്ങൾ അറിയുന്നവൻ പണ്ഡിതനാവാം. വേഗം ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി, കർമ്മം ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചവൻ. അതിന് ധാരാളം സാധ്യതകളുണ്ട്. ഇതൊക്കെ പണ്ഡിതനാണ്. പക്ഷെ ഭഗവത്ഗീത ആ പ്രത്യേക സന്ദർഭത്തിൽ പണ്ഡിതനെ എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കാം ശരിയാണോ ഉത്തരമെന്ന്. ജ്ഞാനാഗ്നിദഗ്ധ കർമാണാം തമാഹു പണ്ഡിതം ബുധാ. കൃത്യമായ ഉത്തരം. ഭഗവത്ഗീതയുടെ അർത്ഥം കൂടി അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. നിങ്ങൾക്ക് 50 മാർക്ക്. നിങ്ങളുടെ 5ാമത്തെ ചോദ്യം. തേന മുഹ്യന്തി ജന്തവഃ. ജീവികൾ ലോകജീവിതത്തിൽ മോഹിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, ജ്ഞാനം അജ്ഞാനത്താൽ മൂടപ്പെട്ടതുകൊണ്ട്. ഓപ്ഷൻ ബി, ആത്മസ്വരൂപം വിസ്മരിച്ചതുകൊണ്ട്. ഓപ്ഷൻ സി, കർമാകർമ്മങ്ങൾ അറിയാത്തതുകൊണ്ട്. ഓപ്ഷൻ ഡി, ഭയം കൊണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ, ജ്ഞാനം അജ്ഞാനത്താൽ മൂടപ്പെട്ടതുകൊണ്ട്. ആദ്യത്തെ സെക്കൻഡ് തന്നെ അതങ്ങനെ ഉറപ്പിച്ചോ? ചർച്ച ചെയ്യൊന്നും വേണ്ട. അല്ല, അത് ശ്ലോകം. ശ്ലോകം അത് തന്നെയാണ്. ശ്ലോകം ഓർമ്മയുണ്ട്. ആ ധൈര്യത്തിലാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഉറപ്പിക്കുന്നു, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ. ശ്ലോകം ഓർമ്മ വരുന്നുണ്ടോ? ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ശരിയായിരിക്കും അല്ലേ? നമുക്ക് എന്തായാലും നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ഭഗവത്ഗീത പഠിച്ച കുട്ടികളെ അങ്ങനെ മാർക്ക് കൊണ്ടൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. നല്ല റൗണ്ടായിരുന്നു. 2 പേരും കൃത്യമായി ഉത്തരം പറഞ്ഞ റൗണ്ടായിരുന്നു. 50 മാർക്ക്. മഹർഷി വിദ്യാലയത്തിന് 50 മാർക്ക്. മങ്കട GVHSS മങ്കടയ്ക്കും 50 മാർക്ക്. വളരെ രസകരമായി ഭഗവത്ഗീതയിലെ ആശയങ്ങൾ തമ്മിൽ സംസാരിച്ച റൗണ്ടായിരുന്നു. 2 ടീമിനും അഭിനന്ദനങ്ങൾ. വരദയെ വിളിക്കാം. വരദ വന്നൊരു തീർപ്പ് കൽപ്പിക്കട്ടെ. ശ്രേഷ്ഠ നല്ല രസമായിട്ടുള്ളൊരു റൗണ്ട്. ഫുൾ മാർക്ക്. ഫുൾ മാർക്കും 50-50. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചോ അതോ അവർ അത്രയും പ്രിപ്പയർ ചെയ്തോണ്ടാണോ? എനിക്ക് ചോദ്യം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ അവർക്ക് നല്ല ഈസി ആയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോ കൗതുകം കൂടുതലായിരുന്നു എന്ന് പറയുന്നതൊക്കെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് ഞാൻ കൗതുകം പറയുള്ളൂ, ടെൻഷൻ ആക്കില്ല അല്ലേ? അത് ഏറ്റവും ട്വിസ്റ്റ് ചെയ്യുന്ന എന്താ പറയാ ഓപ്ഷൻസ് ഉള്ള സാധനത്തിനൊക്കെ ടീച്ചർക്ക് ഭയങ്കര കൗതുകം. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ റൗണ്ട്. എന്റെ കുട്ടികളെയൊക്കെ കഷ്ടപ്പെടുത്തിയാലും എന്റെ കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങിച്ച് വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു ടീച്ചർ. അങ്ങനെ 2 കൂട്ടരും തകർത്തല്ലേ? ഈസി ആയിരുന്നോ? കുഴപ്പമില്ല. അപ്പൊ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ആണ്. അപ്പൊ എന്തായാലും മാർക്ക് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 2 കൂട്ടർക്കും 50 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി, ആദ്യം 2 പേരെയും അഭിനന്ദിക്കുന്നു പൂർണ്ണമായും മാർക്ക് വാങ്ങിച്ചതിന്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു വിമൻ എംപവർമെൻറ്റിൻ്റെ കാലമാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ 2 ടീമിനും പൂർണ്ണമായും മാർക്ക് നേടാൻ സാധിച്ചു. അപ്പോൾ അത് അവർ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതിന്, പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങളിൽ ഭഗവത്ഗീതയെ പോലുള്ള വിഷയത്തിൽ അവർക്ക് ഇങ്ങനെ ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഗുരുവിന്റെ വാക്യത്തില് ശ്രദ്ധയും വിശ്വാസവും ഉള്ളവൻ. അത് സാമാന്യ അർത്ഥം പറഞ്ഞാൽ നമ്മൾ വിശ്വാസം എന്ന് പറയും. സാധാരണ വിശ്വാസം എന്ന് പറയും. പക്ഷേ വിശ്വാസവും ശ്രദ്ധയും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടുന്നാണല്ലോ പറയുന്നത്. ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമ്മൾ ശ്രദ്ധ എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം,
നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടുമ്പോഴാണ് അതിന് ശ്രദ്ധയെന്ന് പറയുന്നത്. തുടക്കത്തിൽ നമുക്കിപ്പം ആരെങ്കിലും പറഞ്ഞ് വിശ്വസിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ വിശ്വസിച്ച് ഇപ്പം നമ്മൾ ഇന്ന ബസ്സിൽ കയറി ഇന്ന സ്ഥലത്ത് എത്തും എന്ന് നമ്മൾ ഒരാൾ പറയുന്നു. നമ്മൾ ആ ബസ്സിൽ കയറി ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് നേടി. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നാൽ അത് ഒരു അറിവ് മാത്രമാണ്, വിശ്വാസം മാത്രമാണ്, ഇത് തെളിയിച്ചിട്ടില്ല അത്. അപ്പോൾ അതുപോലെ ശ്രദ്ധാവാൻ ലഭ്യത ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അധ്യാപകർ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണെന്നോ വിദ്യാർത്ഥി സ്വയം ബോധ്യപ്പെടണം, സ്വയം മനസ്സിലാക്കണം. ഏറ്റവും കാണാപ്പടം പഠിച്ചാൽ പോരാ, മനസ്സിലായില്ലേ? നമ്മൾ പലപ്പോഴും പരീക്ഷ ചെയ്യുന്ന എന്താ, കാണാപ്പാടം പഠിച്ചു വെച്ച് അതിന് ഉത്തരം പറയും. ഇവിടെ നിങ്ങൾ കാണാപ്പാടം പഠിച്ച് മാത്രമല്ല കുറച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂരിശ്രവസിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമായിരുന്നില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമായിരുന്നില്ല. കാരണം ശ്ലോകത്തിൽ ആ വാക്ക് വരുന്നില്ല, ഭൂരിശ്രവസ് എന്നുള്ള വാക്ക് ശ്ലോകത്തിൽ വരുന്നില്ല. ശ്ലോകം കാണാപ്പാടം പഠിക്കുക മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൻ്റെ ഒരു പടിയും കൂടി ഉള്ളിലേക്ക് പോകണം. ഇപ്പോൾ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ജ്ഞാനം ഉള്ള ആളിനെ നമ്മൾ പണ്ഡിതന്മാരെന്ന് പറയും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പണ്ഡിതനെ പറ്റിയിട്ട്? കർമ്മത്തെ അഗ്നിയിൽ ദഹിപ്പിച്ചവന്. കർമ്മത്തെ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചവനാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് കർമ്മം ചെയ്യുന്നവൻ, അറിവ് കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്, അറിവില്ലാതെ കർമ്മമല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരാൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അറിവില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളെ പണ്ഡിതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഗീത പഠിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. നിങ്ങൾ രണ്ട് ടീമും നന്നായിട്ട് ചെയ്തു, ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. നമസ്കാരം. നന്ദി സ്വാമിജി. സർ, ഇവിടെ ജ്ഞാനകർമ്മങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ കുറേ ചോദ്യങ്ങളാണ് ലക്ഷ്മി ടീച്ചർ നിങ്ങളോട് ചോദിച്ചത്. അല്ലാതെ രണ്ട് ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, വളച്ചൊടിച്ച ചോദ്യങ്ങളാണ്. സോമദത്തൻ്റെ പുത്രൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ആ പേരൊന്നും പറയില്ല. ഇങ്ങനെ ആയിട്ട് പോലും നിങ്ങൾ അതിന് നല്ല ഉത്തരം നൽകിയെന്ന് മാത്രമല്ല, ആശങ്കയില്ലാതെ ധൈര്യസമേതം. ഏറ്റവും വലിയൊരു ക്വാളിറ്റി കണ്ടത് നിങ്ങൾക്ക് പഠിച്ചതിൽ ഉറപ്പുണ്ട്, നല്ല ധൈര്യമുണ്ട്. കൊള്ളാം, ഞങ്ങൾ പഠിച്ചത് ശരിയാണ്, അതിന് മാറ്റമില്ല. അത് ഇന്നത്തെ കുട്ടികളിൽ കാണാനില്ലാത്തൊരു യോഗ്യതയാണ്. ആ ഒരു ധൈര്യത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ ഉറപ്പോടെ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് ഈ ഭഗവത്ഗീതയുടെ ക്വിസ്, ഈ ചോദ്യോത്തരം ഒരു നല്ല പ്രചോദകമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഭഗവത്ഗീതയിലെ ഏറ്റവും വിഷമം പിടിച്ച രണ്ട് യോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നിവിടെ ചോദ്യങ്ങൾ കൂടെ ചോദിച്ചത്. ഒന്ന് കർമ്മയോഗവും ഒന്ന് ജ്ഞാനയോഗവും. എങ്ങനെ കർമ്മം അനുഷ്ഠിക്കണം, എങ്ങനെ കർമ്മത്തെ യോഗമാക്കി മാറ്റാം, ഈ രണ്ട് വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം കർമ്മം ചെയ്യാൻ എന്നുള്ള ഒരു മഹനീയമായ തത്വമാണ് ഗീത ആവിഷ്കരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കർമ്മത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചുമുള്ള ശ്രദ്ധ നന്നായി ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾ മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഗീത വായിക്കാനും പഠിക്കാനും അതിൽ കൂടി കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് യോഗത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കണം. അതേപോലെ ജ്ഞാനം നേടുമ്പോൾ അറിവ് എവിടുന്നാണ്, ഏതറിവാണ്? എത്രയോ തരം അറിവുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഏതറിവാണ് നേടേണ്ടത്? എല്ലാ അറിവും നേടേണ്ടതാണ്. ഏതറിവാണ് ഉപയോഗപ്രദമായി മാറുന്നത്? ബാക്കിയൊക്കെ നമുക്ക് അപ്പം ഉപയോഗിച്ച് വിടാം. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ജ്ഞാനമാണ്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അതും അറിവ് തന്നെയാണ്. ഇങ്ങനെ എത്ര അറിവുണ്ട്, അതൊക്കെ അറിഞ്ഞ് ഉപയോഗിച്ച് കളയും. പക്ഷേ നഷ്ടപ്പെടാതെ അന്ത്യനിമിഷം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ജ്ഞാനമുണ്ട്, ഒരറിവുണ്ട്. അതിനെയാണ് ഗീത ശരിയായിട്ടും. അതുകൊണ്ടാണ് ഭസ്മസത്കുരുതേ അർജുന, ബാക്കി എല്ലാത്തിനെയും ഭസ്മമാക്കി മാറ്റിയിട്ട് അന്തിമ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. അതാണ് ആത്മജ്ഞാനം. അതാണ് ഞാൻ ഈശ്വരനാണെന്നുള്ള അവബോധത്തിൻ്റെ കരുത്ത്. ആ കരുത്ത് നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം സഫലീകരിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് കർമ്മത്തെക്കുറിച്ചും ഇപ്പം നിങ്ങൾ പഠിക്കുന്ന എത്ര വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ അറിവുകളാണ്. പക്ഷേ ഈ അറിവൊക്കെ ഒന്നുകിൽ പരീക്ഷ കൊണ്ട് അവിടെ തീരും, അല്ലെങ്കിൽ ചിലർക്ക് ചില ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ ഉപയോഗിക്കാം, അതുകൊണ്ട് തീരും. അതിൽ നിന്ന് റിട്ടയർഡായാൽ പിന്നെ ആ ജ്ഞാനവുമില്ല. അപ്പം പിന്നെ എന്താണ് കയ്യിലുള്ളത്? ഈ ആത്മജ്ഞാനം മാത്രമേ അന്തിമ നിമിഷം വരെ കൂടെ നിൽക്കത്തുള്ളൂ. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്ന് ഓരോ സമയവും ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യം ഗീത മനോഹരമായി ഗീതയിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചാ വിഷയം കൂടുതലും അതുതന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് നല്ല കരുത്തോടെ ഉത്തരം പറയാൻ പറ്റി. ഈ ഒരു ശക്തിപൂർവമായ കരുത്തോടെ ഇനിയും ഗീതയിലെ ബാക്കി അധ്യായങ്ങളിലേക്ക് കടന്ന് അത് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഗഹന പാഠങ്ങൾ ബോധ്യമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം.
താങ്ക് യു സർ. ടീച്ചർ? എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഇന്ത്യയിൽ പഠിക്കുന്നതൊന്നും അല്ല വലിയ കാര്യം, വിദേശത്ത് പോയി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതിയിട്ട് ഇപ്പം നമ്മുടെ കുട്ടികൾ മുഴുവൻ അങ്ങനെ പലരും വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. അയാൾ ഒരു യൂറോപ്പിലെ ഒരു വലിയ സർവകലാശാലയിൽ, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള സാധാരണ കുട്ടിയായിട്ട് +2 ഒക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിനാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും നമ്മളെ വിളിച്ച് ചോദിക്കും, ഭഗവത്ഗീതയുടെ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഏതാണ്? ഭഗവത്ഗീത പഠിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു, ഇയാൾക്ക് എന്ത് പറ്റി? ഇവിടെ ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത ആള് വിദേശത്ത് ചെന്ന് ഭഗവത്ഗീത പഠിക്കണം, വേദം പഠിക്കണം, മെഡിറ്റേഷൻ ചെയ്യാൻ എന്ത് ചെയ്യണം? വാസ്തവത്തിൽ സംഭവിച്ചത്, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഇവരൊക്കെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു വലിയ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് ഭഗവത്ഗീതയാണ്, അതറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇയാൾ പറഞ്ഞു, ഭഗവത്ഗീത എന്ന് അറിഞ്ഞൂടാ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഫസർ പറഞ്ഞു അത്രേ, ആദ്യം പോയി ഭഗവത്ഗീത മനസ്സിലാക്കൂ, നിങ്ങൾ ഇന്നലെ ഉള്ളതിൽ നിന്നും കുറച്ചും കൂടെ ബെറ്ററാവും, നിങ്ങളൊരു നല്ല മനുഷ്യനാവും, നിങ്ങളൊരു നല്ല ആശയമുള്ള ആളായി മാറും, ആദ്യം ഭഗവത്ഗീത പഠിക്കൂ എന്ന് വിദേശ സർവകലാശാലയിലെ ഇവരൊക്കെ ബഹുമാനിക്കുന്ന പ്രൊഫസർ പറഞ്ഞു. ലോകം ഇന്ന് ഭഗവത്ഗീതയെ കാണുന്നത് ജീവിതത്തിന് കരുത്തുള്ള ഒരു ദർശനമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത പഠിച്ചാൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഇല്ലേ? അത് ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. ചില ഉറപ്പുകൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഗീതയുടെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. നല്ല റൗണ്ടായിരുന്നു. വളരെ ഞാൻ കൗതുകം എന്നുദ്ദേശിച്ച വാക്ക് നിങ്ങളിലെ ജിജ്ഞാസ ഉണർന്നു, നിങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഉണർന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നന്നായി ആസ്വദിച്ചു. അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചർ. അപ്പൊ അങ്ങനെ നല്ല അഭിപ്രായങ്ങളും കേട്ടു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തന്നു. ഇത് ഈ പറയുന്ന നമ്മളുടെ ഈ വേദിയിൽ വരുന്ന ഓരോ റൗണ്ടുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചറിലേക്കും കൂടെയാണ് ഓരോ മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം നിങ്ങളിലൂടെ ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ കിട്ടുകയാണ് ഈ ഒരു ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അല്ലേ? അപ്പം എന്തായാലും നല്ലൊരു കാര്യത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും കൂടെ. അപ്പം എന്തായാലും ഫുൾ മാർക്ക് 2 ടീമിനും കിട്ടിയ സ്ഥിതിക്ക് നമുക്കിപ്പം വജ്രവ്യൂഹം തൽക്കാലം നിർത്തിയാലോ അല്ല? ഇനിയുള്ള റൗണ്ടുകളിലും നന്നായി തന്നെ പെർഫോം ചെയ്യും. ഇപ്പൊ ഫുൾ മാർക്ക് വാങ്ങിച്ചു, ഇനിയുള്ള മകരവ്യൂഹത്തിലും നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മുടെ വജ്രവ്യൂഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ മകരവ്യൂഹം കാണാനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ മകരവ്യൂഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആചാര്യസഭയിൽ ഒരാൾ കൂടുതലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്വാഗതം ചെയ്യാം മുരളി മേനോൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെർഫോം ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകളെ വിളിക്കാം. AKNM MAM HSS കാട്ടുകുളം. അപ്പൊ നിങ്ങൾ മകരവ്യൂഹത്തിന് റെഡിയാണോ? ആണ്. പുതിയ മുഖമാണല്ലോ. എന്താണ് പേര്? ശ്രീലക്ഷ്മി. എത്രാം ക്ലാസ്സിലാ? 10ല്. ദുർഗ 10ാം ക്ലാസ്സിൽ. അത് തന്നെ. ഏതാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന കഥാസന്ദർഭം? നള ദമയന്തി, അവരുടെ ബന്ധത്തിന്റെ ഊഷ്മളത. ഓക്കെ. അപ്പം ഈ ഒരു റൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മകരവ്യൂഹം കൂടുതലായിട്ട് അഭിനയത്തിനും ക്രിയേറ്റിവിറ്റിക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു റൗണ്ടാണ്. നിങ്ങൾക്ക് മാർക്ക് തരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാസന്ദർഭം, സംവിധാനം, സ്ക്രിപ്റ്റ്, അഭിനയം എന്നീ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് തരുന്നത്. മുരളിച്ചേട്ടൻ 20 മാർക്കിലും ബാക്കി 3 പേരും 10 മാർക്കിലും ആയിരിക്കും മാർക്ക് തരുന്നത്. കഥാസന്ദർഭം നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, പക്ഷെ ക്യാരക്ടേഴ്സിന് നമ്മൾ തരുന്നതാണ് അല്ലേ? ഈ ഒരു ക്യാരക്ടേഴ്സിന് കിട്ടിയപ്പോൾ ഹാപ്പി ആയിരുന്നോ അതോ? ആണ്. കഥാസന്ദർഭം ആരാ തിരഞ്ഞെടുത്ത? ടീച്ചേഴ്സ് ആണോ? നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നോ? ടീച്ചർ തന്നെയായിരുന്നു. ടീച്ചർ തന്നെയാണ് എല്ലാം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. താങ്ക് യു. കേശിനി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ബാഹുകൻ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ അഗ്നി ജ്വലിക്കുന്നു. സ്പർശിക്കുമ്പോൾ പോലും പൊള്ളലേൽക്കുന്നില്ല. നോക്കുന്ന മാത്രയിൽ തന്നെ പാത്രങ്ങളിൽ ജലം നിറയുന്നു. നളപാചകത്തിന്റെ ഈ രുചി ഈ ദമയന്തിയേക്കാൾ മറ്റാർക്കറിയാം? ഈ കഴിച്ച മാംസം
അദ്ദേഹം പാകം ചെയ്ത് തന്നെ. മാത്രമോ മക്കളെ കണ്ടപ്പോ വാരിയെടുത്ത് വാ വിട്ട് കരഞ്ഞില്ലേ? നിശ്ചയം ഇതവരുടെ പിതാവ് തന്നെ. എല്ലാറ്റിനും ഉപരി അയോധ്യയിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് രഥമോടിച്ച് ഇത്ര ദൂരെയുള്ള ഈ വിദർഭയിൽ എത്തണമെങ്കിൽ അശ്വകോവിതനായ നമ്മുടെ പതി തന്നെ. ഇനി തീർച്ചയായും സന്തോഷത്തിന്റെ നാളുകളായിരിക്കും. അങ്ങേ പോലെ ഗുണങ്ങളുള്ള മറ്റാരെങ്കിലും അങ്ങ് കാണാനിടയായിട്ടുണ്ടോ? കാന്തനെ കാണാതെ ഈ ഉള്ളവൾ കണ്ണീർ കടലിൽ മുങ്ങി താഴുകയാണ്. സുശീലേ, കലിബാധിതനായ നാം രാജ്യത്തെയും സമ്പത്തിനെയും നഷ്ടപ്പെടുത്തി സ്വപ്രാണനായ ഭവതിയെ പോലെ ഉപേക്ഷിച്ച് നിഷ്കാസിതനായി. പ്രിയേ, ഇതാ നാം വന്നു ചേർന്നിരിക്കുന്നു. പതിവ്രതയായ ഭവതിയുടെ വചസ്സിനെ അനുസരിച്ചുകൊണ്ട് കലി നമ്മെ വിട്ടകന്നിരിക്കുന്നു. പ്രാണാലവ, അങ്ങേ ഓർത്ത് ഈ ഭൈമി കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുന്നു. എത്ര കാലമായെന്നോ അന്വേഷിക്കുന്നു. വിപ്രന്മാരെ എവിടെയെല്ലാം അയച്ചു എന്നോ. ദേവാ, അരുത്, നമ്മെ സ്പർശിക്കരുത്. പിന്നെന്തിനായിരുന്നു ഈ രണ്ടാം സ്വയംവര സന്ദേശം? പരിഭവമോ അതോ പ്രതികാരമോ? പതിവ്രതയാണല്ലോ ഭവതി. പ്രാണനാഥ, അരുത്. മറ്റൊരാളെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ. ഈ നളൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ അല്ലേ? ശരി, ഇനി ഏതായാലും സ്വയംവരം നടക്കട്ടെ. അതൊരു വ്യാജ സന്ദേശമായിരുന്നു. രാജമാതാവ് എല്ലാത്തിനും സാക്ഷിയാണ്. രൂപലാവണ്യയുക്തനായ ഈ നിഷധകുമാരനെ കുറിച്ച് നാം ബാല്യം മുതൽക്കേ കേട്ടിരിക്കുന്നു. സദ്ഗുണ സമ്പൂർണൻ, വീരപരാക്രമി, അശ്വകോവിതൻ, സത്യവ്രതൻ. സഖി, കേശിനി, നോക്കൂ, സ്വർണ്ണ നിറമുള്ള ഒരു അരയന്നം നമ്മുടെ തടാകത്തിൽ. എങ്ങോട്ടാണ്? നിൽക്കൂ. ഹംസമേ, നിനക്കാര് തന്നു ഈ മനോഹരമായ വർണ്ണം? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ, കേൾക്കട്ടെ. ദേവി വൈദർഭി, നാം നിഷധ രാജ്യത്ത് നിന്നും വരുന്നു. കാമദേവനെ പോലെയുള്ള നളകുമാരന്റെ നാട്ടിൽ നിന്നും. അദ്ദേഹമാണ് കുമാരിക്ക് അനുരൂപനായ വരൻ. വിശ്രുതനായ അദ്ദേഹത്തോട് ഈ ദമയന്തിയുടെ ഇംഗിതത്തെ അറിയിക്കണേ. ദേവി, അങ്ങ് ആരാണ്? അന്തഃപുരത്തിലേക്ക് എങ്ങനെ പ്രവേശിച്ചു? എന്തു വേണം? അസുലഭമായൊരു ദേവദൂതുമായി വന്നതാണ് നാം. അതിപ്രകാരമാകുന്നു. നിശ്ചയിക്കപ്പെട്ട സ്വയംവരത്തിൽ ഭവതി, ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ മുതലായ ദേവന്മാരിൽ ഒരാളെ വരിക്കണം. അങ്ങ് നമ്മോട് ക്ഷമിക്കണം. നിഷിതകുമാരനായ നളകുമാരനിൽ മനസ്സർപ്പിച്ചവളാണ് ഈ ഉള്ളവൾ. മറ്റാരെയും മരിക്കാൻ നാം തയ്യാറല്ല. ആകട്ടെ, അതി തേജസ്വിയായ അങ്ങ് ആരാണ്? ദേവദൂതനായ നാം തന്നെയാണ് നളകുമാരൻ. ദേവാ, ഇതാ നാം സ്വയം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. സ്വീകരിക്കണമേ. അല്ലാത്ത പക്ഷം ഈ ഉള്ളവൾ ജീവൻ വെടിയേണ്ടതായി വരും. ദേവദൂതനായ നാം ഇത് അധർമ്മമാകില്ലേ? അധർമ്മമാവാതെ ഒരു ദോഷവും വരാത്ത രീതിയിൽ ദേവന്മാരുടെ അനുഗ്രഹത്തോടെ തന്നെ നാം അങ്ങേ വരിച്ചുകൊള്ളാം. ഇന്ദ്രൻ, അഗ്നി,
അരുണൻ, യമൻ, ദേവന്മാരെ എല്ലാം അവഗണിച്ച് നമ്മെ വരിച്ചതിനാൽ ദേവി, നാം എന്നും നിനക്ക് അധീനനാകും. പ്രാണൻ നമ്മിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്റേതു മാത്രമായിരിക്കും. ഇതെല്ലാം അങ്ങ് മറന്നുപോയോ? അതോ ദമയന്തിക്ക് അങ്ങേ മറക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനായിരുന്നു ഈ രണ്ടാം സ്വയംവരം നിശ്ചയിച്ചത്? ദൂതന്മാരായ വിപ്രന്മാരുടെ വാക്കുകളെ പരീക്ഷിക്കുകയായിരുന്നു നാം. പരീക്ഷണമോ? അശ്വവിദ്യയും അങ്ങ് ദൂതന്മാരോട് പറഞ്ഞ വാക്കുകളും ദേവന്മാർ നൽകിയ അനുഗ്രഹവും എല്ലാം പരീക്ഷണമായിരുന്നു. അങ്ങ് മക്കളോട് കാട്ടിയ വാത്സല്യവും അങ്ങയുടെ കൈപുണ്യവും എല്ലാം. പക്ഷേ എങ്ങനെ ഈ രൂപം? അത് മാത്രം. ദേവി, ഭവതിയുടെ ഈ സ്നേഹവും കരുതലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്രയേറെ യാതനകൾ സഹിച്ചിട്ടും മറ്റാരും നമ്മെ തിരിച്ചറിഞ്ഞതേയില്ല. പൊറുക്കണം. അരുത്. ഭവതിയുടെ ക്ഷേമത്തെ മുൻനിർത്തിയാണ് കാനനത്തിൽ അന്ന് ഉപേക്ഷിച്ചത്. അല്ല, എല്ലാം കലിബാധ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അതിന് കാരണം ഈ നാമായിരുന്നു. നാം തിരിച്ചറിയുന്നു, ഈ ലോകത്ത് ഭാര്യയ്ക്ക് സമമായി മറ്റൊരു സൗഭാഗ്യവുമില്ല. പതിവ്രതകളായ സ്ത്രീകൾക്ക് സുഖത്തിലും ദുഃഖത്തിലും നാഥൻ പതി തന്നെയാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട്? നന്നായി ചെയ്യാൻ പറ്റി ആണോ? നന്നായി ചെയ്യാൻ പറ്റി. ഹാപ്പിയാണ്, സ്വയം ചെയ്തല്ലേ ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് നേരെ ആചാര്യസഭയുടെ അടുത്ത് ചോദിച്ചാലോ? സ്വാമിജി, നിശ്ചയ വളരെ ദീർഘമായൊരു കഥ അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ആവിഷ്കരിക്കാൻ ഇവിടെ ശ്രമിച്ചതായിട്ടാണ് കാണുന്നത്. അത് എത്രത്തോളം സഫലമായി എന്നെനിക്ക് പറയാൻ വയ്യ. കാരണം ചില കാര്യങ്ങൾ സാധാരണ സദസ്സിന് ഇതിനെക്കുറിച്ചൊന്നും കഥ അറിയാത്തൊരു വ്യക്തിക്ക് ആ കഥാഗതി വ്യക്തമാക്കാൻ അത് പര്യാപ്തമായി തോന്നുന്നില്ല എനിക്ക്. സാധാരണ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അവിയൽ ഭീമൻ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്നൊരു കഥയുണ്ട്. അതുപോലെ ഈ നളപാചകം പോലെ തന്നെ പ്രശസ്തമാണ് ഭീമപാചകവും. ഒരു ദിവസം പാചകമെല്ലാം കഴിഞ്ഞാൽ ബാക്കി വന്ന നുറുക്കും എല്ലാം കൂടെ എടുത്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയൊരു കറിയാണ് അവിയലെന്ന് പറയാറുണ്ട്. എന്നാൽ അവിയൽ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇടാം, പക്ഷേ അതിൻ്റെ രുചി വരുന്നത് ഓരോരുത്തരും ചെയ്യുന്ന കൈപുണ്യം പോലെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഈ ഘടകങ്ങളെല്ലാം കൂടെ നാടകത്തിനുള്ള എല്ലാ ഘടകങ്ങളും വേണ്ട പോലെ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ പ്രയാസമാണ്. അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് വന്നിട്ടില്ല. കഥ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് കഥ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഇതിൻ്റെ രചന നിർവഹിച്ച ആളും സംവിധാനം ചെയ്ത ആളും അഭിനയത്തിൻ്റെ അകത്ത് വലിയ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും മറ്റുള്ള ഘടകങ്ങളിലും കുറെ കൂടെ ശ്രദ്ധ വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി സ്വാമിജി. ടീച്ചർ, വളരെ വളരെ ഈ നളകഥയിലെ ഏറ്റവും യുക്തിഭദ്രമായ അഥവാ നളകഥയുടെ സാരം സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. അതായത് ഭാരതത്തിന്റെ ഇതിഹാസ കഥകളിൽ ഏറ്റവും വൈകാരികമായ തീക്ഷ്ണതയുള്ള ഒരു കഥയാണ് നളന്റെ ദമയന്തിയുടെ. അതിശക്തമായ പ്രണയം, അതിശക്തമായ വിരഹം, ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ ഉന്നതത്തിൽ നിന്നും താഴേക്ക് നിപതിച്ചു പോയ ഒരു മനുഷ്യന്റെ നിസ്സഹായത, വൈകാരികമായ വിക്ഷോഭങ്ങൾ സംഭവിക്കുന്ന ഭ്രാന്താവസ്ഥയിലേക്ക് നിപതിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, രാജാവിന്റെ അവസ്ഥയിൽ നിന്നും കാട്ടിൽ ഒന്നുമില്ലാതെ ഉടുക്കാൻ വസ്ത്രം പോലുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായത, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ വൈകാരിക മുഹൂർത്തങ്ങളുടെയും കൂടി സമന്വയമായ ഒരു വ്യാസ കഥാപാത്ര നിർമ്മിതിയാണ് നളചരിതത്തിൽ. അതുകൊണ്ടാണ് കേരളത്തിലെ അരങ്ങുകളിൽ നളചരിതം പോലുള്ള കഥകൾ വിജയിച്ചത്. കാവ്യ സാഹിത്യത്തിൽ നൈഷധീയ ചരിതം പോലെയുള്ള മഹാകാവ്യങ്ങൾ പിറന്നത് ഈ കഥയുടെ വൈകാരിക ഘടന കൊണ്ടും തീവ്രത കൊണ്ടുമാണ്. അപ്പോൾ
അപ്പോൾ നളകഥയെടുത്ത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൈയടക്കത്തോടു കൂടെ അവതരിപ്പിക്കാനുള്ള ഒരു സ്റ്റഫുണ്ട് നളചരിതം, നളന്റെ കഥയ്ക്ക്. അപ്പോ ഇതിന്റെ സെക്കൻഡ് ഹാഫാണ്, ഇതിന്റെ ഓരോ ഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയുണ്ട്. പക്ഷെ ഇതിന്റെ ഈ രണ്ടാം പകുതി എന്ന് പറയുന്നില്ലേ, ആ രണ്ടാം പകുതിയാണ് ദമയന്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധി സാമർഥ്യം. ഈ സ്ത്രീക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ചില കാര്യനിർണയ ശേഷി എന്ന് പറയുന്ന, ധൃതി എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്, കരുതൽ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ലോക സാഹിത്യത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ അത്ഭുതമാണ്. അതായത് ദമയന്തിയും നളനും തമ്മിൽ വൈകാരികമായി ഏറ്റവും തിരിച്ചു കാണുകയാണ്. താൻ കാത്തിരുന്ന, താൻ ഒരുക്കിയ ഒരു തന്റെ രണ്ടാം വിവാഹം എന്ന് പറയുന്ന ഒരു സന്ദർഭം ഒരുക്കി, അതിലേക്ക് നളനെ അയോധ്യയിൽ നിന്നും വിദർഭയിൽ എത്തിച്ചു. ഇതൊക്കെ ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് ആവിഷ്കരിക്കുകയാണ്. തന്റെ ഭർത്താവിനെ കണ്ടെത്താൻ വേണ്ടി ഒരു സ്ത്രീ നടത്തുന്ന അന്വേഷണമാണ്. അപ്പൊ ആ അന്വേഷണത്തിന്റെ പരിസമാപ്തിയില് കാലങ്ങൾക്കു ശേഷം തന്റെ ഭർത്താവിനെ കാണുന്ന ഒരു സ്ത്രീയുടെ ഒരു അത്ഭുതമോ വികാര തീവ്രതയോ ഒക്കെ ആവിഷ്കരിക്കാനുള്ള സാധ്യതയുള്ള കഥാസന്ദർഭം തെരഞ്ഞെടുത്തു എന്നതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പക്ഷേ ആ തീവ്രതയെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. ആ വികാര തീവ്രതയെ കുറച്ചുകൂടി കയ്യൊതുക്കത്തോടു കൂടിയിട്ട്, അരങ്ങ് പരിചയം കൊണ്ട് കുറച്ചുകൂടി കയ്യൊതുക്കത്തോടു കൂടിയിട്ട് ഇവിടെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പ്രേക്ഷകരിലേക്ക് ആ വൈകാരിക ഭാവം കുറച്ചുകൂടി എത്തുമായിരുന്നു എന്ന് തോന്നി. അങ്ങനെ ഒരു പ്രശ്നം പരിഹരിച്ചാൽ ഈ ഒരു നാടകം വളരെ ഗംഭീരമാക്കാമായിരുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചർ. സർ, മഹാഭാരതത്തിലെ ഏറ്റവും അധികം അധ്യായങ്ങളിൽ കൂടി വിശദമാക്കുന്ന ഒരു കഥാംശമാണ് നളകഥ. മനുഷ്യജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖ പരമ്പരകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കഥയായിട്ടാണ് നളകഥ ഭാരതത്തിൽ നമ്മൾ കാണുന്നത്. ആ കഥാംശത്തെ ഇവിടെ തിരഞ്ഞെടുത്തത് വാസ്തവത്തിൽ ദാമ്പത്യബന്ധത്തിൻ്റെ മനോഹരമായ ഒരു കെട്ടുറപ്പ് കാണിച്ചു തരാൻ പര്യാപ്തമായ മറ്റുള്ളൊരു കഥ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ കഥ തിരഞ്ഞെടുത്തവരെ അഭിനന്ദിക്കുന്നു. പിന്നെ ആ കഥയുടെ ഒത്തിരി വശങ്ങളുണ്ട്. നളൻ്റെ വിവാഹം മുതൽ അങ്ങ് അന്തിമ നിമിഷത്തെ വിരഹത്തിൽ വീണ്ടും രണ്ടാം വിവാഹം വരെ ഒത്തിരി കഥകളിലെ നൈരന്തര്യം ധാരാളമുണ്ട്. പക്ഷെ അതിൽ നിന്നും കഥാംശങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് പരസ്പരം യോജിപ്പിക്കാനും ഘടിപ്പിക്കാനും പറ്റുന്ന ഒരു ഘടനയുടെ ഒരു ചെറിയ കുറവ് അവിടെ കാണാനുണ്ട്. ഇനി അത് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, ആ കഥ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഘടന ഒന്ന് നൈരന്തര്യമാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കഥാംശം നന്നായി, നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് നന്നായി തന്നെ പറയാം. കാരണം കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഈ ചെറിയ സ്ക്രിപ്റ്റിനെ വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നളചരിതം കഥ ദാമ്പത്യബന്ധത്തിൻ്റെ ഒരു ഉറപ്പ് കാണിക്കാനാണ് എന്ന് ഭാരതം എപ്പോഴും നമ്മെ ബോധ്യപ്പെടുത്താറുണ്ട്. ദമയന്തിയെ സംബന്ധിച്ച് കേട്ടുകേഴ്വിയിൽ കൂടി കണ്ടെത്തിയ ഒരു വരനാണ് നളൻ. നേരിട്ട് കണ്ടതൊന്നുമല്ല. വിവാഹവേദിയിൽ വെച്ച് 5 നളന്മാരെ ഒന്നിച്ച് കാണുമ്പോൾ അമ്പരം നിൽക്കുന്നു. ഏതാ നളനെന്നറിയില്ല. യഥാർത്ഥ നളനെ കാണിച്ചിട്ട് ആ നളനെ സ്വീകരിച്ച് അവരുടെ അതിമനോഹരമായ ദാമ്പത്യ ജീവിതം ആരംഭിച്ച് കുറച്ചു നാൾക്ക് ശേഷമാണ് കുടുംബ കലഹങ്ങളിലേക്ക് ധാരാളം കടന്നു പോകുന്നത്. കള്ളച്ചൂതുകളി, അതിലകപ്പെട്ടു പോവുക, നാടുപേക്ഷിച്ചു പോവുക, കാട്ടിൽ പോവുക, കാട്ടിൽ പോയി ദമയന്തിയെ ഉപേക്ഷിച്ചു പോവുക, ഏകവസ്ത്രനായ നളൻ കാട്ടിലൂടെ നടന്നു പോവുക, ദമയന്തിക്ക് നേരിടേണ്ടി വരുന്ന കുറേ കാട്ടാനുള്ള ദുരന്തങ്ങൾ, അവസാനം രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിൽ ചെല്ലുന്നത്, ഏറ്റവും ഒടുവിൽ ഈ കാട് വിട്ടുപോയ നളനെ ഒരു സർപ്പദംശനമേറ്റ് അവിടെ നിന്ന് വരം കിട്ടി തിരിച്ചെത്തി വേഷം മാറി മറ്റു രാജകൊട്ടാരത്തിൽ ഒരു പാചകക്കാരനായിട്ട് കഴിച്ചുകൂടേണ്ടി വരിക, അവിടെ വെച്ച് അറിയുക സ്വന്തം ഭാര്യയുടെ രണ്ടാം വിവാഹം. ഇങ്ങനെ സംഭവബഹുലമായ ഒരു കുടുംബജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനേക ദുരന്തങ്ങളെ ഒന്നിച്ച് കോർത്തിണക്കി. ഇതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് 2 കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടിരുന്നു എന്ന് കാണിക്കാനാണ്. നളനും അതുണ്ടായിരുന്നു, ദമയന്തിക്കും ഉണ്ടായിരുന്നു.
അന്തിമ നിമിഷം വരെയും ദമയന്തി നളനെ ഒരിക്കലും പഴിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം നളനെ ശരിക്ക് തിരിച്ചറിഞ്ഞ ഒരു പത്നിയാണ് ദമയന്തി. നളന് സംഭവിച്ചത് കലിബാധ കൊണ്ട് തന്നെയാണ്, ഒരിക്കലും എൻ്റെ നളനിങ്ങനെ ആവില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്താനുള്ള ഒരു തൻ്റെ ഇടം ആ ദമയന്തിക്കുണ്ടായിരുന്നു. അത് ഭാരതീയ സ്ത്രീത്വത്തിന് മഹനീയമായൊരു മാതൃകയാണ്. അവസാനം കണ്ടെത്താൻ വേണ്ടി താൻ ഉണ്ടാക്കിയെടുത്തൊരു പ്രത്യുൽപ്പന്ന മതി എന്നൊരു ബുദ്ധിചാതുര്യം സ്ത്രീകൾക്ക് കൂടുതലാണ് പുരുഷന്മാരെക്കാൾ. പുരുഷന്മാർ ദീർഘസൂത്രികളാണ്, ഇങ്ങനെ ആലോചിച്ചിരിക്കത്തേ ഉള്ളൂ. പെട്ടെന്ന് ആക്ഷനിലേക്ക് പോകുന്നത് സ്ത്രീകളാണ്. അവർക്ക് പ്രത്യുൽപ്പന്ന മതിയാണ്. പെട്ടെന്നൊരു സങ്കടാവസ്ഥ വന്നാൽ അപ്പം തന്നെ ബുദ്ധി ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്തി നടപ്പാക്കും. അങ്ങനെയാണ് രണ്ടാം സ്വയംവരം നിശ്ചയിക്കാൻ കാരണമായത്. അല്ലാതെ കണ്ട് സ്വയംവരത്തിന് വേണ്ടിയല്ല, നളനെ കണ്ടെത്താനുള്ള വഴിയാണ്. ഇതൊക്കെയും നളനും അറിയാം, ദമയന്തിക്കും അറിയാം. എങ്കിൽ പോലും ഇതെല്ലാം അതിജീവിച്ച് ജീവിതത്തിൻ്റെ സാർത്ഥക തലത്തിലേക്ക് എത്രയധികം പ്രതിസന്ധികൾ ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാം, ഉണ്ടായാൽ എങ്ങനെയൊക്കെ തരണം ചെയ്ത് ആ ദാമ്പത്യത്തെ ഒരിക്കലും വേർപെടുത്താനാവാതെ ഒന്നിച്ചുകൂട്ടി ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളൊരു സന്ദേശം നൽകുന്ന അതിമനോഹരമായൊരു കഥ. ആ കഥയെ രംഗത്ത് അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തതിൽ അഭിനന്ദിക്കുന്നു. പക്ഷേ കഥാംശങ്ങളെ ഘടിപ്പിക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രം. എല്ലാവർക്കും അതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. മുരളി ചേട്ടാ. നമസ്കാരം. നന്നായിരുന്നു, രണ്ടുപേരുടെയും ആക്ടിങ് നന്നായിരുന്നു. ഇവർ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കുമുള്ളത്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞവർ, സ്വാമിജി പറഞ്ഞവർ, ഇപ്പം നളദമയന്തി കഥ അറിയാത്ത ഒരാളാണ് കാണുന്നതെങ്കിൽ അവർക്ക് പോലും ഇത് മനസ്സിലാവണം എന്താണ് ചെയ്യുന്നതെന്നല്ല. അത് ആക്ച്വലി നിങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഇതിനെ ഡിവൈസ് ചെയ്തെടുത്താണ് അതിൻ്റെ ഒരു പ്രശ്നം. യു മെയ്ഡ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അതിൻ്റെ സ്ക്രിപ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് പിന്നീടാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. അത് കഥ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഡിവൈസിങ്ങിലാണ് ഒരു വന്നിട്ടുള്ളത്. അങ്ങനെ വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കഥാപാത്ര സൃഷ്ടിക്കും അതൊരു വിഘാതമായിട്ട് നിന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിവൈസിങ് ഫ്രം 1 to 2-3 കട്ട് ബാക്ക് പോകുന്നുണ്ട്. ഒന്ന് ഇവിടെ തുടങ്ങി വേറെ സ്ഥലത്തേക്ക് പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന അത് വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മീൻസ് ഓഡിയൻസിന് മനസ്സിലായിട്ടില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് അവിടെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല മ്യൂസിക്കായിരുന്നു കേട്ടോ. ആ തുടക്കത്തിലുള്ള ആ മ്യൂസിക് സന്തോറാണെന്ന് തോന്നുന്നു. എനിക്കത് നന്നായിരുന്നു. ആ മ്യൂസിക്കിൻ്റെ തുടക്കം നന്നായിരുന്നു, മ്യൂസിക്കിൻ്റെ പാറ്റേണും നന്നായിരുന്നു. പക്ഷേ ഈ മ്യൂസിക്കിലും എന്ത് പറ്റിയെന്ന് വെച്ചാൽ ശബ്ദം കൊടുത്തത് ഇവിടെ നിന്ന് തന്നെയാണോ? ഇപ്പം ഇതിലിടയ്ക്ക് ഇത് വന്നിരുന്നില്ലേ, ഒരു ഓവറോൾ ഒരു നറേഷൻ വന്നില്ലേ, അത് ഇവിടെ തന്നെയാണോ കൊടുത്തത്? അപ്പം എന്ത് പറ്റിച്ചാൽ ആ മ്യൂസിക് കട്ട് ചെയ്തു. ആ മ്യൂസിക് കട്ട് ചെയ്തിട്ടാണ്, രണ്ടുപേരുടെയും കുഴപ്പമില്ല കേട്ടോ, ഞാൻ കണ്ടതിൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ആ മ്യൂസിക് കട്ട് ചെയ്തിട്ട് ഇത് വരുന്നു, ഈ പറയാനുള്ള സാധനം വരുന്നു, നറേഷൻ വരുന്നു. നറേഷൻ പോയതിന് ശേഷം വീണ്ടും മ്യൂസിക് വരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ മ്യൂസിക്കോട് കൂടി അത് മ്യൂസിക് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കൂടെ ആ മ്യൂസിക് ഒന്ന് ഫെയ്ഡ് ഔട്ട് ചെയ്ത് ഈ നറേഷൻ കഴിയുമ്പോൾ ആ മ്യൂസിക് വീണ്ടും വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറേ കൂടിയും ബെറ്റർ ആകുമായിരുന്നു അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശകലം കൂടി 2 പേർക്കും എനർജി ആവശ്യമാണ്. ശകലം കൂടി കേട്ടോ, ഉണ്ട് ഇല്ല എന്നല്ല, കുറച്ചുകൂടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 2 പേരും കുറച്ചുകൂടി കഥാപാത്രങ്ങളാവേണ്ടിയിരിക്കുന്നു, ക്യാരക്ടറൈസേഷൻ കുറച്ചുകൂടി വരേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ മെയിൻ ഇഷ്യൂ വരുന്നത് ഈ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഘടനയാണ്. നിങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നവും രണ്ടും നന്നായിരുന്നു. ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. നേരെ മാർക്സിലേക്ക് പോയാലോ? റെഡി? സ്വാമിജി ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ് കൊടുക്കുന്നത്? എനിക്ക് നല്ല മാർക്ക് തരണമെന്നുണ്ട്. കാരണം കുട്ടികളുടെ അഭിനയത്തിനാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും മാർക്ക് കൊടുക്കാനിരിക്കുന്നത്. പക്ഷേ ഒരു നാടകത്തിനകത്ത് പല ഘടകങ്ങളും ഇവിടെ പരിഗണിക്കണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അത് അങ്ങനെ വേണം താനും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു 10-ൽ 6 മാർക്കാണ് തരാൻ സാധിക്കുന്നത്. 10-ൽ 6 മാർക്ക്. താങ്ക് യു. വിശ്വനാഥൻ സർ, ഔട്ട് ഓഫ് 10? 10-ൽ 7 മാർക്ക്. 10-ൽ 7 മാർക്ക്. താങ്ക് യു. ടീച്ചർ? സെമി ഫൈനൽ അല്ലേ, അപ്പൊ ഇവരുടെ രണ്ടുപേരെയും ഇവിടെയും കൂടെ ഇടയിൽ കൂടെ ഞാൻ പോവാം. അപ്പോൾ 6.5.
6.5 ഔട്ട് ഓഫ് 10. മുരളിച്ചേട്ട ഔട്ട് ഓഫ് 20? ഔട്ട് ഓഫ് 20 15 15 മാർക്കുണ്ട്. 15, 20-ൽ 15 മാർക്കാണ്. ഇനി നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 34.5 ഔട്ട് ഓഫ് 50 ആണ്. അപ്പോൾ ആകെ ഓഫായി പോയല്ലോ, എല്ലാ ലൈറ്റും ഒറ്റയടിക്ക് ഓഫായി പോയോ? സെമി ഫൈനലാണ്, ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും, അതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അതുകൊണ്ട് അവർ മാർക്ക് ഇടുന്ന രീതിയും കുറച്ചും കൂടെ ടഫായിരിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ കീറി മുറിച്ചിട്ടൊക്കെ ആയിരിക്കും അവിടെ ഇരുന്നിട്ട് മാർക്ക് ഇടുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ടുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ സെമി ഫൈനലിലെ മറ്റൊരു എപ്പിസോഡ് കൂടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ കണ്ടത് നളന്റെയും ദമയന്തിയുടെയും ജീവിതത്തിലെ ഒരു ചെറിയൊരു ഏടാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി.